ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും തന്നെ ജീവിതത്തിൽ നോ പറയേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടെയെങ്കിലും കടന്നുപോയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു നോ പറയാൻ നമുക്ക് ബുദ്ധിമുട്ട്, നമുക്കൊരു പ്രയാസം. മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഈ നോ പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള രീതിയാണോ? ആ ഒരു നോ എന്ന വാക്ക് നെഗറ്റീവായിട്ടാണ് നമ്മുടെ എല്ലാവരുടെ ഇടയിലുള്ളത്. നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരൻ അല്ലെങ്കിൽ അഹങ്കാരി എന്നൊരു പേര് നമുക്ക് കിട്ടുമോ? നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ നഷ്ടപ്പെട്ടു പോകും, വിട്ടുപോകും ഈ ഒരു നോ പറഞ്ഞത് കൊണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ, നമ്മൾ ഈ നോ പറയുന്നതിന് കുറച്ച് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. അതുകൊണ്ട് തന്നെ നോ പറയേണ്ട പല സിറ്റുവേഷൻസിലും നമുക്ക് നോ പറയാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയങ്കര വലുതായിരിക്കും. ആ ഒരു സമയത്ത്, ആ ഒരു ടൈമിൽ നമ്മൾ നോ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഈ നോ പറയാത്തത് കൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ് ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. ഒരു പോസിറ്റീവ് നോ പറച്ചിൽ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. അത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് നോ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് നോ നമുക്ക് പറയേണ്ട ആ ഒരു സിറ്റുവേഷനിൽ പറയാം എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി തന്നെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ പോകുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ നോ പറയേണ്ട സിറ്റുവേഷനിലാണ് ഇത് പറയേണ്ടത്. എല്ലായിടത്തും നോ പറയണം എന്നല്ല, പോസിറ്റീവ് നോ പറയേണ്ട സിറ്റുവേഷനിൽ നമുക്ക് പറയണം. അത് പറയാൻ പറ്റണം. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് പറയാൻ പറ്റുകയും നമുക്ക് കൂടുതൽ ജീവിതം മനോഹരമാക്കാനും സാധിക്കും. സോ നമുക്ക് ആദ്യം പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പോസിറ്റീവ് നോ പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങളെന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ദൃഢമാകുകയും ചെയ്യും. ആ മൂന്നാമത്തെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, പക്ഷേ നമുക്ക് വഴിയേ മനസ്സിലാകും, അതിൻ്റെ ആ ഒരു അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാകും. സോ സെൽഫ് കോൺഫിഡൻസ്, തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഉള്ളിലെ പേടി, നമ്മൾ പറയേണ്ട സിറ്റുവേഷനിൽ പറയാൻ പറ്റാണ്ട് നമ്മൾ അടക്കി പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസ് ആണ് അവിടെ പോകുന്നത്. നമ്മൾ നോ പറയേണ്ട സിറ്റുവേഷനിൽ നമ്മൾ നോ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു അഭിമാനം തോന്നും. നമുക്കും കുറച്ചും കൂടെ ഒന്ന് ബോൾഡാകാൻ പറ്റിയല്ലോ എന്നൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വരും. ജസ്റ്റ് ഒരു നമ്മൾ ഒന്ന് ഓപ്പൺ അപ്പ് ആയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ അടിച്ചമർത്തി സംസാരിക്കുന്നവരുടെ മുന്നിൽ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ് നമ്മളൊന്ന് കണ്ണാടിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഒന്ന് കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. കാര്യം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബോൾഡായി, നമ്മളുടെ ഉള്ളിൽ ആ ഒരു പേടി മാറി നമുക്ക് കുറച്ചും കൂടെ ധൈര്യം കിട്ടി, നമുക്ക് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു ആ ഒരു തോട്ട്, ആ ഒരു തോന്നൽ നമുക്ക് വരും. സെൽഫ് കോൺഫിഡൻസ് കൊണ്ടിട്ട് വരുന്നത് അങ്ങനെയാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം, നമ്മളുടെ ആ ഒരു ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് ദൃഢമാകുകയുള്ളൂ. നല്ല ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട, എനിക്കിത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. കാര്യം അവർ ആ ഒരു രീതിയിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നല്ല ബന്ധങ്ങൾ നമ്മൾ പോസിറ്റീവ് നോ പറയുന്നത് കൊണ്ട് നമ്മളെ വിട്ട് പോവുകയല്ല, നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളുടെ ആ ബന്ധം ദൃഢമാവുകയാണ് ചെയ്യുന്നത്. ആ രണ്ടാമത് പറഞ്ഞ മാനസിക സമ്മർദ്ദം കുറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, നമ്മളെ അടിച്ചമർത്തുവാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ അതും കേട്ടിട്ട് മിണ്ടാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ആലോചിച്ചിട്ട് രാപ്പകലും ഒക്കെ ടെൻഷനായി നമ്മുടെ ആ ഇല്ലാത്ത ആ ഒരു പ്രഷർ കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കത് പറ്റിയില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അത് ആലോചിച്ച് ചിന്തിക്കേണ്ട കാര്യം അതവിടെ കഴിഞ്ഞു. നമ്മൾ പിന്നീട് അതിനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളുടെ ചിന്തയാണ് ഈ ഒരു മാനസിക സമ്മർദ്ദം കൂട്ടുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു പോസിറ്റീവ് നോ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു നോ പറയാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മറ്റുള്ളവരെന്ത് വിചാരിക്കും. മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ സന്തോഷത്തിന് അവിടെ കുറവ് വരുന്നത്. നമുക്ക് സന്തോഷം ലഭിക്കാതെ വരികയും മറ്റുള്ളവരുടെ സന്തോഷം എപ്പോഴും നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നല്ല കുട്ടി, അവൾ ഒരു നല്ല കുട്ടി, അല്ലെങ്കിൽ അവൻ ഒരു നല്ല കുട്ടി എന്ന ആ ഒരു പേര് മാറിയിട്ട് അഹങ്കാരി അല്ലെങ്കിൽ അഹങ്കാരനവന് എങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു ടെൻഷനാണ്. അവരെങ്ങനെ പറഞ്ഞോട്ടെ, നമ്മൾ ശരി എന്ന് തോന്നുന്നിടത്താണ് നമ്മൾ നോ പറഞ്ഞിട്ടുള്ളത്.
അതിനെ അവരൊരു ആ ഒരു പേരിട്ട് ആ ഒരു ലേബിൾ ചെയ്തിട്ട് വിളിക്കുന്നതിന് നമുക്കിപ്പോൾ എന്താണ്, ഞാനൊരു അഹങ്കാരി ആണെന്ന് നമുക്ക് തോന്നണ്ടേ? മറ്റുള്ളവർ പറയുന്നതല്ല, നമ്മളുടെ ജീവിതത്തിൽ സെൽഫ് ലവ് ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. നമ്മൾ സെൽഫ് ലവ്, നമ്മൾ സ്വയം നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അവൾ കൂടും. അപ്പോൾ ബാക്കിയുള്ളവർ എന്തു പറയുന്നു എന്നത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് എന്തും പറയാം, പക്ഷെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു മറ്റുള്ളവരെന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇന്ന കാരണം കൊണ്ടാണ്. ബാക്കിയുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അൺനെസസറി ആയിട്ട് ബാക്കിയുള്ളവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ എന്തിനാണ് നമ്മളുടെ എനർജി, നമ്മുടെ ആ ഒരു സന്തോഷം കളഞ്ഞിട്ട് ബാക്കിയുള്ളവർ പറയുന്നതിൻ്റെ പുറകെ പോകുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവർ നമ്മളുടെ എന്താ പറയുക സന്തോഷം സപ്രസ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മളായിട്ട് അത് കേട്ട് വീണ്ടും നമ്മളത് ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സന്തോഷിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാരുടെ അടുത്താണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, നിൻ്റെ സന്തോഷം, എൻ്റെ സന്തോഷം, അതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ നിൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ സന്തോഷം കളയണോ? എൻ്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ഫാമിലി, നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക സന്തോഷം പകരുന്നതിന് ഒരു കുഴപ്പമില്ല. കാര്യം അവരൊക്കെ നമ്മുടെ ആ ഒരു ബൗണ്ടറിയുടെ ഉള്ളിലുള്ളവരാണ്. തീർച്ചയായിട്ടും ബൗണ്ടറി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. കാര്യം നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന ആൾക്കാർ കുറച്ച് പേര് നമ്മളുടെ ആ ഒരു ബൗണ്ടറിക്ക് ഉള്ളിലും ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ബൗണ്ടറിയുടെ പുറത്തുമാണ് നിർത്തേണ്ടത്. അത് ഈ ഒരു റിലേഷൻഷിപ്പൊക്കെ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ബൗണ്ടറി എത്രമാത്രം ഇമ്പോർട്ടൻറ്റും എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളത്. സോ ബൗണ്ടറിയുടെ ഉള്ളിൽ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള വേണ്ടപ്പെട്ടവരെ നമ്മൾ വെക്കുമ്പോൾ അവരോടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു പോസിറ്റീവ് നോ പറച്ചിൽ നമ്മളെ നല്ല രീതിയിൽ തന്നെയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ബൗണ്ടറിയുടെ പുറത്തുള്ളവരോട് നോ പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പോസിറ്റീവ് നോ പറച്ചിലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ നമുക്കിനി ഒരു പോസിറ്റീവ് നോ എങ്ങനെ പറയാം? നമ്മുടെ ബൗണ്ടറിയുടെ ഉള്ളിലുള്ളവരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ, ഈ ഒരു പോസിറ്റീവ് നോ പറച്ചിൽ എല്ലാം കോമൺ ആണ്. എല്ലാം എന്താ പറയുക, നമ്മൾ പറയുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ പോസിറ്റീവ് നോ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദേഷ്യപ്പെട്ടിട്ട് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തോ നമ്മളോട് പറയാനുണ്ട്, നമുക്കത് പറ്റില്ല എന്ന് നമ്മൾ പറയണം. അവിടെ ദേഷ്യപ്പെട്ടിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. സോ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമായിരിക്കും, എനിക്കത് പറ്റില്ല, എനിക്കത് വേണ്ട, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാം. ഞാനത് ചെയ്യില്ല. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഞാനും ഇതുപോലെ പറയേണ്ട പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകും. പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നും. നമ്മൾ ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടാലും നമ്മൾ എന്താ ഇങ്ങനെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വാശിയുടെ പുറത്തൊക്കെ നമ്മൾ ഇല്ല, എനിക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കും ഹേർട്ട് ചെയ്യുമെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകുമായിരിക്കും. ചിലപ്പോൾ അത് നമ്മൾ ഇതിലെടുക്കില്ല. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു രീതി എന്ന് പറയുമ്പോൾ, സോറി, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാനത് ചെയ്യില്ല, എനിക്കത് വേണ്ട, അങ്ങനെയുള്ള രീതിയിൽ പറയുമ്പോൾ കേൾക്കുന്നവർക്കും നമുക്കും മനസ്സിനൊരു എന്താ പറയുക സമാധാനം ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ പോസിറ്റീവ് നോ പറയാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. നോ പറച്ചിൽ കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. മറ്റൊരു ഇതെന്ന് പറയുന്നത്, നോ പറയുമ്പോഴത്തേക്കും മറ്റുള്ള ആളോട് ചോദിക്കും എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10-100 കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫാമിലി പ്രോബ്ലം, പേഴ്സണൽ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കാം. നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഓവർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു നോ പറച്ചിലെന്ന് പറയുന്നത്, നമുക്കിങ്ങനെ പറയാം, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ, എനിക്കറിയില്ല, പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ആ ഒരു രീതിയിൽ നമുക്ക് നോ പറയാം. ആലോചിച്ചിട്ടോ, എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഒന്ന് ശ്രമിക്കാം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക്
മനസ്സിലാകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു നോ പറച്ചിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മറ്റൊരു കാര്യം, ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി ലാംഗ്വേജ് നമ്മൾ ദേഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെയാണ് ബോഡി ലാംഗ്വേജ്. നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാം, അല്ലേ? നമ്മൾ അവരോട് സ്നേഹത്തോടു കൂടി തന്നെ ആ ഒരു നോ പറച്ചിലിന് ഭയങ്കര കുറച്ചും കൂടെ ആ ഒരു മധുരം കൂടുതലായിരിക്കും. നമ്മുടെ അഭിപ്രായം അവിടെ നമ്മൾ ശാന്തമായിട്ടുള്ള സംസാരത്തിലൂടെ രേഖപ്പെടുത്തുന്നു, അല്ലേ? അത് തന്നെയാണ് ഒരു പോസിറ്റീവ് നോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് നോ കൊണ്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ആ പറയുന്ന ഒരു രീതിയും നമ്മളുടെ ആ ഒരു എന്താ പറയുക എല്ലാം പറയുന്ന ആ ഒരു രീതിയും ബോഡി ലാംഗ്വേജും പറയുന്ന വാക്കുകൾ എല്ലാം തന്നെ ആ ഒരു പോസിറ്റീവ് നോ കുറച്ചും കൂടെ മനോഹരമാക്കും. ആ ഒരു പോസിറ്റീവ് നോ കൊണ്ട് നമുക്ക് ഒരു എസ് പറയുന്നതിലും ആ ഒരു പോസിറ്റീവ് നോ പറഞ്ഞത് കുറച്ചും കൂടെ എന്താ പറയുക നമ്മൾക്കും അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഒരു പോസിറ്റീവ് നോ എന്ന് പറയുന്നത്. അതുപോലെ എസ് പറയേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് എസ് പറയാം, പക്ഷേ എസ് പറയേണ്ട അവസ്ഥയല്ല, അവിടെ നോ തന്നെയാണ് പറയേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചതിന് ശേഷം ഈ ഒരു പോസിറ്റീവ് നോ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒരു 80% പ്രശ്നങ്ങളൊക്കെ അവിടെ കുറഞ്ഞു കിട്ടുകയും നമ്മുടെ ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമാവുകയും നമുക്ക് ആ ഒരു മൈൻഡിന് തന്നെ ആ ഒരു പോസിറ്റിവിറ്റി വരികയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് പിന്നീട് ഉണ്ടാകും. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഫസ്റ്റ് നമ്മൾ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ ഉള്ള സമയത്തൊക്കെ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്ക് അവിടെ നോ പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നോ പറയും. ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു പേടി, ഇങ്ങനെ ഇതിന് മുന്നേ ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, അപ്പോൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ആ ഒരു തോട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ കൂടെയൊക്കെ കടന്നു പോകും. അതെല്ലാം കൂടെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് ശരിയായിട്ടുള്ളൊരു തീരുമാനമാണ് ആ ഒരു മൊമെൻറ്റിൽ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ആ ഒരു ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പരസ്പരം ഇപ്പോൾ ഒരു ബന്ധത്തിൽ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഒരു ഫാമിലിയിലായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഈ ഒരു പോസിറ്റീവ് നോ പറച്ചിലും ഒക്കെ തന്നെ നമുക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആകുകയുള്ളൂ നമ്മുടെ ജീവിതം. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പോസിറ്റീവ് നോ പറച്ചിൽ കൊണ്ട് ഒന്നും നഷ്ടപ്പെടുകയല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനാണ് സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് നോ പറയേണ്ട പല സിറ്റുവേഷൻസും ലൈഫിൽ ഉണ്ടാകും. അവിടെയൊക്കെ നമ്മൾ ശരിയായിട്ടുള്ള ആ ഒരു തീരുമാനമെടുത്ത് നോ പറയാൻ നമുക്ക് സാധിക്കട്ടെ. സോ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്